ബോധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CBSE കുട്ടികൾ എല്ലാവരും ടേം 1 ബോർഡ് എക്സാമിനേഷൻ എഴുതാൻ തയ്യാറെടുക്കുകയാണ്. കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത് MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ അതിൻ്റെ ഒരു മോഡൽ അല്ലെങ്കിൽ CBSE ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലില്ല. ആകെ ഒരു കൺഫ്യൂഷനാണ്. എങ്ങനെ എഴുതണം, എന്തെഴുതണം? ഡോണ്ട് വറി, നമുക്കൊന്ന് നോക്കാം. ടിപ്സ് ആൻഡ് ട്രിക്സ് പറയുന്നതിന് മുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. മാക്സിമം മാർക്ക് എല്ലാവർക്കും അറിയാം, 35 മാർക്കാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ 20 മിനിറ്റ് നമുക്ക് റീഡിംഗ് ടൈം ഉണ്ട്. പിന്നീട് 90 മിനിറ്റ്സ് നമുക്ക് തരുന്നുണ്ട് എക്സാം ടൈമായിട്ട്, അതായത് 1.5 മണിക്കൂർ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ABC. ഓരോ സെക്ഷനിലുള്ള ഓരോ ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസ് വീതം തന്നിട്ടുണ്ട്. സെക്ഷൻ എയിൽ നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. സെക്ഷൻ ബിയിൽ ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റൊരു സിറ്റുവേഷനിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതാണ് അവിടെ അസസ് ചെയ്യുന്നത്. സെക്ഷൻ സിയിൽ കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഡാറ്റ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സെക്ഷൻ എയിൽ ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ 20 എണ്ണം ആൻസർ ചെയ്താൽ മതി. സെക്ഷൻ ബിയിൽ 24 ക്വസ്റ്റ്യനിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. സെക്ഷൻ സിയിൽ 6 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ 5 എണ്ണമായിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. അങ്ങനെ ടോട്ടൽ 55 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ 45 എണ്ണം മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാവും. ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ എയിൽ വളരെ സിമ്പിളായിട്ടുള്ള MCQs ആയിരിക്കും. സെക്ഷൻ ബിയിൽ സിമ്പിൾ MCQ കാണും, ഒപ്പം തന്നെ ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണും, അസേർഷൻ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കാണും. ഇനി സെക്ഷൻ സിയിൽ ഇവയെല്ലാം ചേർന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ടിപ്സ് ആൻഡ് ട്രിക്സ് നോക്കാം. ടിപ്പ് നമ്പർ 1, റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഫസ്റ്റ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കൃത്യമായിട്ടും ശ്രദ്ധയോടും കൂടി വായിച്ചു നോക്കണം. ടിപ്പ് നമ്പർ 2, ഇൻസ്ട്രക്ഷൻസ് വായിച്ചതിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ വായിച്ചു നോക്കണം. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കണം. എവിടെയെങ്കിലും നോട്ട്, ഓൾവേസ്, നെവർ, കറക്റ്റ്, ഇൻകറക്റ്റ് ഈ ടേംസ് ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് അതൊന്ന് മാർക്ക് ചെയ്ത് വിടണം. അത് നമ്മളുടെ ഓപ്ഷൻസിനെ സെലക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ടിപ്പ് നമ്പർ 3, നമ്മൾ വായിച്ചു പോകുമ്പം ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണോ അത് സോൾവ് ചെയ്യണം. സോൾവ് ദ വെരി ഈസി ക്വസ്റ്റ്യൻസ്. ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻസും റീഡ് ചെയ്യണം. ആ വായിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു, അതിൻ്റെ ആൻസർ നിങ്ങൾക്കറിയാം, അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അത് നമ്മളുടെ കോൺഫിഡൻസിനെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത്തിരി കട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടു, ജസ്റ്റ് ചേഞ്ച് എ ക്വസ്റ്റ്യൻ, നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പൊക്കോണം. അങ്ങനെ ചെയ്യുമ്പം നമ്മളുടെ ഒരു മെൻ്റൽ ബ്ലോക്ക്, അതായത് അതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്നൊരു ചിന്തയിൽ നമ്മളവിടെ സ്റ്റക്കാവും. അതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പവർ കൂടും. തിരിച്ച് വന്ന് പിന്നീട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. ഇനിയിപ്പം 4ാമത്തെ ടിപ്പ് നോക്കാം. നമ്മൾക്ക് ആൻസർ കിട്ടിയെന്നിരിക്കട്ടെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ. അപ്പം നമ്മൾ ആൻസർ ഡയറക്റ്റ് കയറി പോയി ആൻസർ മാർക്ക് ചെയ്യരുത്. പകരം എന്താ ചെയ്യണ്ടേ? ഓപ്ഷൻസ് റീഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ആൻസർ ഫോമുലേറ്റ് ചെയ്യണം. ഒരിക്കലും ഓപ്ഷൻസിലോട്ട് ഡയറക്റ്റ് പോലെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് അതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. ഇത് നമ്മളുടെ കൺഫ്യൂഷനെ മാറ്റാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഇത്തിരിയുടെ ഓപ്ഷൻസ് കണ്ടു കഴിയുമ്പോൾ ഇത്തിരിയുടെ കോൺഫിഡൻ്റ് ആവും. ഇനി ടിപ്പ് നമ്പർ 5, ആൻസർ എന്താണെന്ന് മനസ്സിൽ നമ്മളിങ്ങനെ കരുതി കൂട്ടി വെച്ചല്ലോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട്. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? റീഡ് ഓൾ ദ ഓപ്ഷൻസ് കെയർഫുള്ളി. എല്ലാ ഓപ്ഷൻസും നമ്മൾ ശ്രദ്ധയോടുകൂടി വായിക്കണം. നമ്മളുടെ ആൻസർ മാത്രമാണ് ശരിയെന്ന് വിചാരിക്കരുത്. ആ തന്നിരിക്കുന്ന ഓപ്ഷൻസ് 4 എണ്ണവും കൃത്യമായി വായിച്ചതിന് ശേഷം അതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ എഴുതുക. ചിലപ്പോൾ മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് കാണും. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യല്ലേ. ഓപ്ഷൻസ് എല്ലാം തറവായിട്ട് വായിക്കുക. നമുക്കിനി ഒരു കൺഫ്യൂഷനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ എലിമിനേഷൻ തിയറി, ദാറ്റ് ഈസ് ടിപ്പ് നമ്പർ 6. ഏതാണ് നിങ്ങൾക്ക് റോങ് ആയിട്ട് തോന്നുന്ന ഓപ്ഷൻ, അതിനെ വേഗം അവിടെ നിന്ന് മാറ്റുക. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കിക്കേ. ഡാഷ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ടേക്കിംഗ് സംവൺ എൽസ് വർക്ക് ഓർ ഐഡിയാസ് ആൻഡ് പാസിംഗ് ദം ഓഫ് ആസ് വൺസ് ഓൺ. ഇപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്കറിയാം ഈ ആൻസർ കോപ്പി റൈറ്റ് അല്ല എന്നുണ്ട്. അപ്പം നമ്മൾ ബി എന്നുള്ളതങ്ങ് ക്യാൻസൽ ചെയ്യും.
ബി എന്നുള്ളത് ക്യാൻസൽ ആക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ഓപ്ഷൻ ഡിലീറ്റ് ആകും? ലാസ്റ്റ് ഓപ്ഷൻ ഡിലീറ്റ് ആകും. ഓൾ ഓഫ് ദി അബോവ് എന്തായാലും വരില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എയും സിയും മാത്രമാണ്. അപ്പോൾ ഗസ് ചെയ്യുന്ന ആൻസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എലിമിനേഷൻ തിയറി യൂസ് ചെയ്യാം. ടിപ്പ് നമ്പർ 7. പല ക്വസ്റ്റ്യൻസിലും ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓൾ ഓഫ് ദി ഓപ്ഷൻസ് എന്നൊരു ഒരു ചോയ്സ് കാണും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു, ഓപ്ഷൻ വായിച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇതിൽ 2 എണ്ണം കറക്റ്റാണ്. അപ്പോൾ ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല, നേരെ 4ാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാം. 4ാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദി അബോവ് ആണെങ്കിൽ. ടിപ്പ് നമ്പർ 8. പേ മോർ അറ്റൻഷൻ ടു സിമിലർ ഓപ്ഷൻസ്. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും ചിലപ്പം ഒരുപോലെ ഇരിക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഓരോ റോങ് ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. For example, here is the question. A social science teacher wants to use a panda series to teach about Indian historical monuments and its dates. The series should have the monument names as values and state names as indexes. ഇവിടെ ഇൻഡെക്സസ് എന്ന വേർഡ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്. ഇത് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. കോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം സീരീസ് ക്രിയേറ്റ് ചെയ്യുമ്പം ഇൻഡെക്സ് ഉണ്ടെങ്കിൽ ഇൻഡെക്സ് എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യണം. അത് സെക്കൻഡ് ഓപ്ഷനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് അത് തെറ്റാണ്. ഇനി അടുത്തത് തന്നിരിക്കുന്ന പാണ്ടാസിൻ്റെ ഏലിയാസ് നെയിം പി ഡി ആണ്. ഇവിടെ 3 ഓപ്ഷനിലും പി ഡി ആണ്. ആദ്യത്തെ ഓപ്ഷനിൽ ഡി എഫ് ആണ്, അത് തെറ്റാണ്. അപ്പോൾ നമ്മളുടെ എയും ബിയും പോയി. ഇനി നമ്മുടെ കയ്യിൽ സിയും ഡിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പം സീരീസ് എസ് ക്യാപിറ്റലാണ്, ഇവിടെ സ്മോൾ ലെറ്റർ എസ് ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ എസ് ക്യാൻസൽ ചെയ്തു. വി നോ ദാറ്റ് ക്യാപിറ്റൽ എസ് ഈസ് ദ കറക്റ്റ് ഫോർ സീരീസ് ആൻഡ് സോ ദ ഫൈനൽ ഓപ്ഷൻ ഈസ് സി. ടിപ്പ് നമ്പർ 9. ആൻസർ എവറി ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് നമുക്കൊരു നെഗറ്റീവ് മാർക്കില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഒരു റാൻഡം ആൻസർ ചൂസ് ചെയ്താൽ മതി. ശരിയായെങ്കിലോ? ടിപ്പ് നമ്പർ 10. ഇത് നമ്മൾ പഠിക്കുന്ന സമയത്തിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ച് പഠിക്കുകയാണെങ്കിൽ ചില സിറ്റുവേഷൻസ് നമുക്ക് ഓർത്തിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷൻ നമ്മൾക്ക് കോണ്ടെക്സ്റ്റ് ബേസ്ഡ് മെമ്മറി ഉണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പം നമ്മൾ ഓർക്കുകയും പെട്ടെന്ന് അതിൻ്റെ ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ എപ്പോഴും കൂട്ടുകാരോടൊത്തൊന്ന് ചെയ്യുന്നത്, ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് എക്സാം ടൈമിലല്ല, അതിന് മുമ്പ് എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. 10 ടിപ്സും തന്നല്ലോ. ഇനി മറക്കണ്ട, എല്ലാത്തിനും മുകളിലായിട്ട് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. മോക്ക് ടെസ്റ്റ് ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് കൂടുതൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അത് നമ്മളുടെ എക്സാമിനെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ബൈ.